ഈ ജനവിധി കേരളത്തിന് നൽകിയൊരു സന്ദേശമുണ്ട്, ഗവൺമെൻറ്റിന് നൽകിയൊരു സന്ദേശമുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഗവൺമെൻറ് ഒരു സർക്കാർ തോൽക്കുന്നത് തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ മാത്രമല്ല, ഒരു മാസം പോലും പിന്നിടുന്നില്ല സർക്കാർ രൂപം കൊണ്ടിട്ട്. അപ്പോൾ തന്നെ അത് വിപരീത ദിശയിൽ തിരിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നു എന്ന സന്ദേശമാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട് കാണിക്കുന്നത്. കയ്യിൽ നിൽക്കുകയാണെങ്കിൽ അവർ നടപടിയെടുക്കും, നടപടിയെടുക്കാൻ പര്യാപ്തമാണെങ്കിൽ അവർ നടപടിയെടുത്ത് പ്രശ്നം പരിഹരിക്കും. ഇനി അവരുടെ കയ്യിൽ നിൽക്കാത്ത ഒരു കാര്യമാണെങ്കിൽ അവരെ ജനാധിപത്യം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ച പ്രശ്നം ക്ലോസ് ചെയ്യാൻ നോക്കും. ശ്രീ മുഹമ്മദ് ഹനീഫ, ഇവിടെ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും വലിയ കെടുതി ആഭ്യന്തര വകുപ്പായിരുന്നു. കാരണം സാമൂഹിക കാലുഷ്യങ്ങളിൽ നിന്ന് ഈ നാടിനെ വിമോചിപ്പിക്കാൻ, കലാപങ്ങളൊന്നും ഉണ്ടായില്ല, പക്ഷെ കാലുഷ്യം ഭയങ്കരമായിരുന്നു, മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി പിണറായി വിജയന് സെക്യൂരിറ്റി കൊടുക്കൽ മാത്രമായിരുന്നുള്ള വിമർശനം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടുകൂടിയാണ് അതിൻ്റെ സ്ട്രോങ് ഹോൾഡിൽ പോലും അതിന് വോട്ട് നഷ്ടപ്പെടുകയും ചെയ്തത് CPM-ന്. ഈ ആഭ്യന്തര വകുപ്പ് ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ കേരളത്തിൽ എങ്ങനെയും ഹേറ്റ് പൊളിറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഡിവിസീവ് പൊളിറ്റിക്സ് എടുത്ത് ജയിക്കാൻ നോക്കുന്ന ഒരു മുന്നണിയുടെ നേതാവിനെ പോയി കാണുന്നു. അദ്ദേഹം ആത്മസഹോദരൻ എന്ന് വിളിക്കുന്നു. എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട വകുപ്പായ ആഭ്യന്തര വകുപ്പിന് ആദ്യമേ വഴിതെറ്റുന്നതിൻ്റെ, അത് അടിയറവ് പറയുന്നതിൻ്റെ സൂചനയായിട്ട് തന്നെ എടുക്കുമോ താങ്കൾ? തീർച്ചയായും ആഭ്യന്തര വകുപ്പിൻ്റെ ജാഗ്രതക്കുറവ്, അല്ലെങ്കിൽ അതിന് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹം ഒരു വളരെ പരിണിതപ്രജ്ഞനായ ഒരു നേതാവാണ്. അദ്ദേഹം ഒരു ബിന്ദു കൃഷ്ണയെ പോലെ ഇന്നലെ കേരള രാഷ്ട്രീയത്തിൽ മന്ത്രിയായി വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് പുതുമയോടുകൂടി വന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ രാഷ്ട്രീയ ഘടന പ്രത്യാഘാതങ്ങളൊന്നും അറിയാത്ത ഒരു നിരപരാധിയായി വന്ന ആളല്ല. അദ്ദേഹത്തിന് അറിയാം എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളത്. അദ്ദേഹം ദേശീയ തലത്തിൽ നേതാവാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെയും NSUവിൻ്റെയും ഒക്കെ ദേശീയ നേതാവാണ്. അതേപോലെ തന്നെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. ആഭ്യന്തരമന്ത്രിയെ ഇവിടെ ഇരുന്നിട്ടുള്ള ആളാണ്. ആഭ്യന്തര വകുപ്പിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ച ആളാണ്. ഈ 10 വർഷം അദ്ദേഹം ഇവിടെ നടന്നിട്ടുള്ള എല്ലാ ഡിബേറ്റുകളും, ഈ പിണറായി വിജയനെയും ഈ വെള്ളാപ്പള്ളി നടേശനെയും മുൻനിർത്തി നടത്തിയിട്ടുള്ള എല്ലാ ചർച്ചകളും കേട്ട ആളാണ്, കണ്ട ആളാണ്, അതിനോടൊക്കെ പ്രതികരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഈ ജാഗ്രത നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ PK ഗോപൻ സാർ സൂചിപ്പിച്ച പോലെ അവിടെ ചെല്ലുന്നവർ നിഷ്കളങ്കമായി ചെന്ന് കയറുകയല്ല. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് തന്നെയും അറിയാം, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റ് ഇൻ്റലിജൻസ് പോലെയുള്ള സംവിധാനങ്ങൾക്കല്ല, അദ്ദേഹത്തിന് തന്നെ അറിയാം ഇതൊരു കൂടിക്കാഴ്ചക്കാണ് പോകുന്നതെന്ന്. അത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ പോകുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം എന്താണ് ഈ ജനവിധിയുടെ ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട്. ഈ ജനവിധി കേരളത്തിന് നൽകിയൊരു സന്ദേശമുണ്ട്, ഗവൺമെൻറ്റിന് നൽകിയൊരു സന്ദേശമുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഗവൺമെൻറ് ഒരു സർക്കാർ തോൽക്കുന്നത് തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ മാത്രമല്ല, പരാജയപ്പെടുന്നത് അത് ആ ജനങ്ങളുടെ വിശ്വാസത്തിനെതിരായി, അതിൻ്റെ പ്രതീക്ഷകൾക്കെതിരായി തിരിഞ്ഞു നിൽക്കുമ്പോഴാണ്. അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു മുഹൂർത്തമാണ് ഇത് എന്ന് ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും. ഈ ഒരു ജനവിധി അത് തീർച്ചയായും അതിന് 100 കാരണങ്ങളുണ്ടാവാം. ഈ ജനവിധിക്ക് അനുകൂലമായി, ഈ UDFന് അനുകൂലമായി ഇത്തരമൊരു ജനവിധി രൂപപ്പെടുന്നതിന് 100 കാരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, മൗലികമായ കാരണം, കേരളം ഒന്നടങ്കം നിന്ന് എല്ലാ തരത്തിലുള്ള വേർതിരിവുകളും മാറ്റിവെച്ചുകൊണ്ട് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് വോട്ട് ചെയ്ത ഒരൊറ്റ കാരണം, അത് ഈ കേരളത്തിൽ വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല, കാലുഷ്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. താങ്കൾ സൂചിച്ച പോലെ യാതൊരുവിധ സാമുദായിക കാലുഷ്യങ്ങളും ഉണ്ടാവാൻ പാടില്ല. കേരളത്തെ നമ്മുടെ ഒരു മാതൃ സംസ്ഥാനമായി നിലനിർത്തണം. അതിൻ്റെ സാംസ്കാരിക സ്വഭാവത്തിൽ യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ സാമൂഹിക ഘടനയിൽ യാതൊരുവിധ പരിക്കുകളും ഏൽക്കാൻ പാടില്ല എന്ന ഒരൊറ്റ കാരണത്തെ മുൻനിർത്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ സന്ദേശം കൊടുക്കുന്ന ഈ സർക്കാർ, ആ സന്ദേശത്തിൻ്റെ, ആ രാഷ്ട്രീയ സന്ദേശത്തിൻ്റെ ഗുണഭോക്താവായി അധികാരത്തിൽ വന്ന സർക്കാർ അതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ ഒരു മാസം പോലും പിന്നിടുന്നില്ല സർക്കാർ രൂപം കൊണ്ടിട്ട്. അപ്പോൾ തന്നെ അത് വിപരീത ദിശയിൽ തിരിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നു എന്ന സന്ദേശമാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട് കാണിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറയാം നമുക്ക്. അദ്ദേഹം കഴിഞ്ഞ തവണയും ആഭ്യന്തരമന്ത്രിയായിരുന്നു. എന്തായിരുന്നു ആഭ്യന്തരമന്ത്രിയാകുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് വന്നത് എന്ന് നമുക്കറിയാം. അദ്ദേഹം KPCC പ്രസിഡൻ്റായിരുന്നു. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സർക്കാരിലേക്ക് വരുമ്പോൾ അദ്ദേഹം ആരുടെ ശുപാർശയിലാണ് വന്നത് എന്ന് നമ്മൾ ഈ തരുണത്തിൽ ഓർക്കണം. അദ്ദേഹത്തിന് പല പട്ടപ്പേരുകളും ഇവിടെ വീണത്, അദ്ദേഹത്തെ ആ വാക്കുകൾ ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല, പല പേരുകളും അദ്ദേഹത്തിന് വീണതിൻ്റെ രാഷ്ട്രീയ സന്ദർഭം എന്തായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. NSSൻ്റെ താക്കോൽ സ്ഥാനത്തിന് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ നമ്മൾ ഓർക്കണം. സുകുമാരൻ നായരുടെ ശുപാർശയിൽ ഒരു ജാതി സംഘടനയുടെ, ഒരു സാമുദായിക സംഘടനയുടെ നേതാവിൻ്റെ ശുപാർശയിൽ ആഭ്യന്തരമന്ത്രിയായി വന്ന ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗ്രാഫിനെ എത്രത്തോളം ബാധിച്ചു, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി എത്രത്തോളം ബാധിച്ചു, ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ അദ്ദേഹത്തെ എത്രത്തോളം പ്രതികൂലമായി ബാധിച്ചു എന്ന് കൂടി നമ്മൾ കാണണം. അത്തരത്തിലൊരു ചരിത്രമുള്ള, അത്തരത്തിലൊരു അനുഭവമുള്ള ഒരു നേതാവ് ഈ ജനവിധിയുടെ അന്തസത്തയെ മാനിക്കാതെ, അതിൻ്റെ സന്ദേശത്തെ മാനിക്കാതെ തിരിഞ്ഞു നിൽക്കുമ്പോൾ അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായി തന്നെ കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
പി കെ ഗോപൻ ഇപ്പോൾ ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോകുമ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് വലിയ വിമർശനം ഉയർന്നു വരുന്നു. ആ വിമർശനം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ രണ്ട് പാർട്ടികൾ സ്വീകരിക്കുന്ന പൊളിറ്റിക്കൽ പൊസിഷനാണ് ഡിസ്കഷൻ, പവറിൽ ആരാണെന്നുള്ളതിനെ കുറിച്ചല്ല. അപ്പോൾ അതിലിപ്പോൾ നോക്കൂ, റിജിൽ മാക്കുറ്റി കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ മുഖങ്ങളിലൊരാളാണ്. അയാൾ പറയുന്നു ഈ കൂടിക്കാഴ്ച അന്യായമാണ്, ഇത് വേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നു. വി ആർ അനൂപ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ വക്താവ് പറയുന്നു ഈ പോയത് ശരിയായില്ല, അത് മോശമാണ് എന്ന് പറയുന്നു. വി പി ദുൽഖിഫിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് പറയുന്നു അന്യായമാണ്, പോയത് ശരിയായിട്ടില്ല, അത് തിരുത്തണം എന്ന് പറയുന്നു. ഇപ്പോൾ കെ സി ആബിദ് അലി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് പറയുന്നു ഈ പോയത് ശരിയായിട്ടില്ല എന്ന് പറയാൻ അതിലാളുകളുണ്ട്. അതിൻ്റെ കൂടെ നിൽക്കുന്ന ശ്രീകുമാറിനെ പോലുള്ള ആൾക്കാരും അത് പോയത് ശരിയായിട്ടില്ല എന്ന് പറയുന്ന മൂഡിലാണ് ഉള്ളത്. പക്ഷേ നിങ്ങളുടെ കാലത്ത് ഒരു ഞരക്കം പോലും ഉണ്ടായിട്ടില്ല. ഏത് നമ്മൾ പോയത് ശരിയായില്ല എന്ന് പറയാൻ, നമ്മളെടുക്കുന്ന പൊസിഷൻ ശരിയായില്ല എന്ന് പറയാൻ പൂർണ്ണമായിട്ടും നിങ്ങൾ ബുദ്ധിമുട്ട് ന്യായീകരിക്കായിരുന്നു. ഈ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് നിഷാദെ. ഒന്ന്, അങ്ങിത് പറയുമ്പോൾ അങ്ങ് രണ്ട് പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ ഈ മാധ്യമങ്ങൾ കോൺഗ്രസും സി പി എമ്മും ഒരുപോലാണെന്ന് വരുത്തി തീർക്കാൻ ഒരുപാട് പ്രയാസപ്പെടുന്നവരാണ്. കാരണം സി പി എമ്മിനകത്ത് ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഒരു കേഡർ പാർട്ടി എന്ന തരത്തിൽ ഫേസ്ബുക്കിലൂടെ പത്രസമ്മേളനം നടത്തിയ ഒരു പാർട്ടിക്കകത്ത് ആഭ്യന്തരമായി പറയേണ്ട കാര്യങ്ങൾ പറയില്ല. അതുകൊണ്ട് അതിനകത്ത് ഇതൊന്നും പറയുന്നില്ല, ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നില്ല എന്ന തെറ്റിദ്ധാരണ ദയവായി പരത്തരുത്. ഇവിടെ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു പരസ്യമായിട്ട് പറയാം. അവരുടെ കയ്യിൽ നിൽക്കുകയാണെങ്കിൽ അത് ജനാധിപത്യം എന്ന് പറയും, കയ്യിൽ നിന്നില്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയും. കയ്യിൽ നിൽക്കുകയാണെങ്കിൽ അവർ നടപടിയെടുക്കും. നടപടിയെടുക്കാൻ പര്യാപ്തമാണെങ്കിൽ അവർ നടപടിയെടുത്ത് പ്രശ്നം പരിഹരിക്കും. ഇനി അവരുടെ കയ്യിൽ നിൽക്കാത്ത ഒരു കാര്യമാണെങ്കിൽ അവനെ ജനാധിപത്യം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ച പ്രശ്നം ക്ലോസ് ചെയ്യാൻ നോക്കും. അങ്ങനെയല്ല സി പി എം. അത് വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ശൈലിയാണെന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ബഹുമാനനായ ശ്രീ ഷാജി സാറ് അദ്ദേഹം ഞാൻ പറഞ്ഞതിൻ്റെ സെൻസ് മനസ്സിലാക്കാതെ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ പറഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ വെള്ളാപ്പള്ളി നടേശൻ സാങ്കേതികമായി BJP അല്ല, അല്ലെങ്കിൽ BDS അല്ല, അദ്ദേഹം SNDP ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ അതിനേക്കാൾ പ്രയാസമാണ് BDSന്റെ നേതാവും SNDP നേതാവുമായിട്ടുള്ള ഒരാളെ കാണാൻ പോകുന്നത്. കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ആ ഉപമ അല്ലെങ്കിൽ ആ താരതമ്യം എടുത്ത് പ്രയോഗിച്ചെന്നുള്ള അങ്ങ് മനസ്സിലാക്കണം. ഇനി പിന്നെ CM ഇടപെടുന്നതിനെ കുറിച്ച് ശ്രീ നിഷാദ് ചോദിച്ചു. പറ്റില്ല ശ്രീ നിഷാദെ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ CMന്റെ പേഴ്സണൽ സെക്രട്ടറി ആരാ നോക്കൂ. SIR നടപ്പിലാക്കി 40 ലക്ഷം വോട്ട് BJPക്ക് വേണ്ടി വെട്ടിക്കളഞ്ഞ ആളാണ് എന്ന് പ്രസ്താവന നടത്തിയ ആളാണ് ശ്രീ VD സതീശൻ. ആരെ? ഈ ഇലക്ഷൻ കമ്മീഷണർ. അയാളാണ് അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി, അല്ല സോറി പേഴ്സണൽ സെക്രട്ടറി. ഇനി പ്രസ് സെക്രട്ടറി ആരാ സർ? മറുനാടൽ ഇരുന്നുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ വെള്ളാപ്പള്ളി പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചീത്ത വിളിച്ച ഒരാളിന്റെ ആളാണ് അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി. വേറെ ഒരു പ്രസ് സെക്രട്ടറിയും കിട്ടിയില്ലേ സാർ? കോൺഗ്രസിൽ തന്നെ എത്ര പേരുണ്ട്? ഈ ശ്രീകുമാർ സാറിന് 10 പേരുടെ പേര് പറഞ്ഞു കൊടുക്കാൻ കാണുമല്ലോ അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി ആയിട്ടിരിക്കാൻ. എത്രയോ ആളുകൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മുഹമ്മദ് ഹനീഫ സാറിനെ പോലുള്ള ആളുകൾക്ക് അദ്ദേഹത്തോട് ചോദിച്ചാൽ 4 പേരുടെ പേര് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. ഷായി സാറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, എന്തിന് നിഷാദിനോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഇത്രയും കടുത്ത വർഗീയത അദ്ദേഹം എഴുതിയ ഫേസ്ബുക്ക് നിഷാദിന്റെ കാണുമല്ലോ. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടും സ്വർഗത്തേക്ക് പോയ ഹൂറികളെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് എഴുതിയത് ഓർമ്മയുണ്ടല്ലോ. അയാൾ മാത്രമേ ഉള്ളൂ പ്രസ് ക്ലബ് സെക്രട്ടറി ആക്കാൻ. ഇനി ഇത് മാത്രമാണോ? ഇനി VD സതീശൻ എടുത്ത് പ്രയോഗിച്ച സത്യപ്രതിജ്ഞ ചെയ്ത ഒരു പരിപാടി എന്താ സാർ? ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചപ്പോഴും അങ്ങ് തടയിട്ടു. 937 കോൺഗ്രസിന്റെ സമ്മേളനം ഒഴിവാക്കിയതാണ് വന്ദേ മാതരത്തിലെ അനുപല്ലവിയും അതിന്റെ ചരണവുമെല്ലാം ഒഴിവാക്കിയതാണ്. പല്ലവി മാത്രമേ അവർ അംഗീകരിച്ചിട്ടുള്ളൂ. അത് പൂർണ്ണമായിട്ട് പാടാൻ അവസരം കൊടുത്തു എന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഏത് ഗവർണർ പ്രസംഗത്തിലും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ തവണ മാത്രമാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാത്ത ആദ്യത്തെ നിയമസഭയിലെ ഗവർണറുടെ പ്രസംഗം വന്നത് എന്നുള്ളത് അങ്ങയുടെ ശ്രദ്ധയപ്പെട്ടോ? ഇനി സത്യപ്രതിജ്ഞാ സമയത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങളുടെ ഫസ്റ്റ് ഗവൺമെന്റ് ഞങ്ങൾ 10 വർഷം ചെയ്തു. ഞങ്ങൾ 10 വർഷവും ചെയ്തു. ഫസ്റ്റ് ഗവൺമെന്റ് ഞങ്ങൾ 10 വർഷം അത് ചെയ്തു. ഫസ്റ്റ് ഗവൺമെന്റിലെ 10 വർഷത്തെ നിയമസഭാ പ്രസംഗങ്ങൾ 10 വർഷത്തെ നിയമസഭാ പ്രസംഗങ്ങൾ കിട്ടാനുണ്ട്. ഗവർണറുടെ നയപ്രഖ്യാപനം കിട്ടാനുണ്ട്. അതിന്റെ ആദ്യത്തെ വർഷത്തെ നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര വിമർശനം ഉണ്ടായിരുന്നു ചോദിക്കുക. ആദ്യത്തെ വർഷത്തതും സെൻട്രൽ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള നയപരമായ വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇനി ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചേർത്ത് പറയാം. പ്രതിപക്ഷം 14 ദിവസമേ ആയിട്ടുള്ളൂ വന്നിട്ടുള്ളൂ, ഭരണപക്ഷം 14 ദിവസമേ ആയിട്ടുള്ളൂ എന്നല്ലേ പറഞ്ഞത്?
പ്രതിപക്ഷം ഓരോ നിലപാടെടുക്കുമ്പോൾ അത് 14 ദിവസം നിലപാടാണോ? ആണോ? ഇപ്പൊ പെട്രോളിന്റെ വില നിങ്ങൾ സംസ്ഥാനത്തിന് കിട്ടുന്ന നികുതി എടുത്തു കളയണമെന്നുള്ളത് ഈ 14 ദിവസം കൊണ്ടുവന്ന പ്രശ്നമാണോ? എത്രയോ വർഷമായിട്ട് കോൺഗ്രസ് സംസ്ഥാന ഗവൺമെന്റിനോട് പറയുന്ന അത് ഞങ്ങൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞ യുക്തി എന്താ? പഠിക്കാതല്ലേ നേരത്തെ അന്തരം അഭിപ്രായം പറഞ്ഞതല്ലേ? ഇനി പോട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം അതല്ല. ഞാൻ പറഞ്ഞു വന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഒരാള് അദ്ദേഹത്തിന്റെ ജാതി ബോധപൂർവ്വം വെളിപ്പെടുത്തുകയാണ്. ആ ജാതി വെളിപ്പെടുത്തൽ എന്തിന്റെ പേരിലാ? അദ്ദേഹം നിഷ്കളങ്കമായിട്ട് അതിനെക്കുറിച്ച് പറയാൻ പക്ഷം ഞാൻ എന്റെ അച്ഛനെ ഓർത്തു, എന്റെ അമ്മയെ ഓർക്കാൻ പറ്റിയില്ല. നിഷ്കളങ്കമായിരുന്നോ സാർ? എന്താ അതിന്റെ ഉദ്ദേശം? രമേശ് ചെന്നിത്തലയ്ക്ക് NSSന്റെ പിന്തുണ. അപ്പൊ കേരളത്തിലെ സാധാരണ ജനങ്ങൾ വി ഡി സതീശൻ നായരല്ലെന്നും രമേശ് ചെന്നിത്തല നായരാണെന്നും ഒരു ചർച്ച കൊണ്ടുവന്നു ആ NSS വൃത്തങ്ങൾ. ശരി, അതിന് ഉദ്ദേശം ഉണ്ടായിരുന്നു. അതിന് മറുപടിയാണ് അദ്ദേഹം മേനോൻ